സുഹൃത്തുക്കളെ, ഇന്ന് അത്യന്തം ആശങ്കാജനകമായ വാർത്ത ലോകത്തിന് മുന്നറിയിപ്പ് നൽകുകയാണ്. ലോകത്തിലെ ഏറ്റവും വിശ്വാസയോഗ്യമായ പ്രതിരോധ പഠന സ്ഥാപനങ്ങളിലൊന്നായ സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ പുതിയ റിപ്പോർട്ട് ഒരു വലിയ സത്യമാണ് പറയുന്നത്. ലോകം വീണ്ടും ആയുധ മത്സരത്തിൻ്റെ കാലത്തിലേക്ക് കടക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാർ 2026 മാർച്ച് 9 പുറത്തിറങ്ങിയ റിപ്പോർട്ടിംഗ് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾ 1 ഉക്രൈൻ, 2 ഇന്ത്യ, 3 സൗദി അറേബ്യ, 4 ഖത്തർ, 5 പാകിസ്ഥാൻ. അതായത് ലോകത്തിലെ രണ്ടാമത്തെ വലിയ ആയുധ ഇറക്കുമതിക്കാരൻ ഇന്ത്യയാണ്. ഇത് ഒരു വലിയ ചോദ്യമുയർത്തുന്നു. ഇന്ത്യ പോലുള്ള വലിയ രാജ്യത്തിന് എന്തുകൊണ്ട് ഇത്രയും ആയുധങ്ങൾ വിദേശത്ത് നിന്ന് വാങ്ങേണ്ടി വരുന്നു? റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യയുടെ ആയുധ ഇറക്കുമതി കുറച്ചെങ്കിലും കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു വലിയ പ്രശ്നം ഇപ്പോഴും തുടരുന്നു. ആഭ്യന്തര പ്രതിരോധ നിർമ്മാണത്തിൽ വലിയ താമസങ്ങൾ. അതുകൊണ്ട് ഇന്ത്യ ഇപ്പോഴും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു. ഇന്ത്യയുടെ പ്രതിരോധ വാങ്ങൽ നയത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിൽ വലിയ മാറ്റം സംഭവിച്ചു. മുമ്പ് ഇന്ത്യയുടെ പ്രധാന ആയുധ വിതരണക്കാരൻ ആരായിരുന്നു? റഷ്യയായിരുന്നു. പക്ഷേ ഇപ്പോൾ റഷ്യയുടെ പങ്ക് കുറഞ്ഞു. 2011, 2015 70% 2016, 2020 അത് 51%. 2021, 25 40%. ഇത് വലിയ ഇടിവാണ്. ഇപ്പോൾ ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ ആയുധ വിതരണക്കാരൻ ഫ്രാൻസാണ്. ഫ്രാൻസ് ഇന്ത്യക്ക് 29% ആയുധങ്ങൾ നൽകുന്നു. ഇസ്രയേൽ 15%. ഇതും ശ്രദ്ധേയമാണ്. ലോകത്ത് ഫ്രാൻസ് കയറ്റുമതി ചെയ്യുന്ന ആയുധങ്ങളിൽ 24% ഇന്ത്യയിലേക്കാണ് പോകുന്നത്. റിപ്പോർട്ട് പറയുന്നത് മറ്റൊരു വലിയ കാര്യം, ഇന്ത്യ ഇപ്പോഴും വലിയ ഓർഡറുകൾ നൽകിയിട്ടുണ്ട്. അതിൽ ഉൾപ്പെടുന്നത് ഫ്രാൻസിൽ നിന്ന് 140 യുദ്ധവിമാനങ്ങൾ, ജർമ്മനിയിൽ നിന്ന് 6 സബ് മറീനുകൾ. അതായത് അടുത്ത കാലത്തും ഇന്ത്യ വിദേശ ആയുധങ്ങളെ ആശ്രയിക്കേണ്ടി വരും. ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന ത്രികോണം. ഏഷ്യയിലെ ആയുധ മത്സരത്തിന് പ്രധാന കാരണം എന്താണെന്ന് റിപ്പോർട്ട് പറയുന്നു. ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, ഇവിടെ ഒരു വലിയ മാറ്റം സംഭവിച്ചു. പാകിസ്ഥാൻ ആയുധ ഇറക്കുമതി 66% വർദ്ധിച്ചു. ഇപ്പോൾ ലോകത്തിലെ 5ാമത്തെ വലിയ ആയുധ ഇറക്കുമതിക്കാരൻ പാകിസ്ഥാനാണ്. ചീന, പാകിസ്ഥാൻ്റെ ആയുധങ്ങളിൽ 80% ചൈന നൽകുന്നു. യൂറോപ്പ് വീണ്ടും ആയുധമെടുക്കുന്നു. മറ്റൊരു വലിയ മാറ്റം, യൂറോപ്യൻ രാജ്യങ്ങളുടെ ആയുധ ഇറക്കുമതി 210% വർദ്ധിച്ചു. എന്തുകൊണ്ടാണ്? പ്രധാന കാരണം ഉക്രൈൻ യുദ്ധമാണ്. ഈ യുദ്ധം യൂറോപ്പിന് വീണ്ടും ആയുധമെടുക്കാൻ നിർബന്ധിതരാക്കി. ലോക ആയുധ വിപണിയിലെ രാജാവ്, ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാരൻ ആരാണെന്നറിയാമോ? യുണൈറ്റഡ് സ്റ്റേറ്റ്. അമേരിക്കയുടെ പങ്ക് 42%. അത് വലിയ സംഖ്യയാണ്. അമേരിക്ക ആയുധ കയറ്റുമതി 27% വർദ്ധിച്ചു. ഇത് വെറും ബിസിനസ് മാത്രമല്ല, ഇത് വിദേശ നയത്തിൻ്റെ ഒരു ആയുധമാണ്. മുമ്പ് ലോകത്തിലെ രണ്ടാമത്തെ വലിയ ആയുധ വിതരണക്കാരൻ ആയിരുന്നു റഷ്യ. പക്ഷേ ഇപ്പോൾ വലിയ ഇടിവ് സംഭവിച്ചു. റഷ്യയുടെ ആയുധ കയറ്റുമതി 64% കുറഞ്ഞു. ഇപ്പോൾ റഷ്യയുടെ ആഗോള പങ്ക് 21% മുതൽ 6.8% വരെ. ഇസ്രയേലിൻ്റെ വളർച്ച. ഇന്നത്തെ ലോക രാഷ്ട്രീയത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന മറ്റൊരു രാജ്യം ഇസ്രയേലാണ്. ഇസ്രയേൽ 2 കാര്യങ്ങളിൽ മുന്നേറുകയാണ്. സ്വന്തം ആയുധ ഇറക്കുമതി വർദ്ധിച്ചു, ആയുധ കയറ്റുമതിയും വർദ്ധിച്ചു. ഇപ്പോൾ ലോകത്തിലെ 7ാമത്തെ വലിയ ആയുധ വിതരണക്കാരൻ ആണ് ഇസ്രയേൽ. പ്രധാനമായും എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ. ഈ മുഴുവൻ റിപ്പോർട്ട് നമ്മളോട് ഒരു വലിയ സത്യം പറയുന്നുണ്ട്. ലോകം സമാധാനത്തിലേക്ക് പോകുന്നില്ല. ലോകം ഒരു പുതിയ ആയുധ മത്സരത്തിലേക്ക് പോവുകയാണ്. ഒരു വശത്ത് ലോകത്ത് ദാരിദ്ര്യം വർദ്ധിക്കുന്നു, കാലാവസ്ഥ പ്രതിസന്ധി ശക്തമാകും, കോടിക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം പോലും ലഭിക്കുന്നില്ല. പക്ഷേ മറ്റൊരു വശത്ത് ലോകം $1 ട്രില്യൺ ചെലവഴിക്കുന്നത് എന്തിനാണ്? ആയുധങ്ങൾക്കായി. അതിനാൽ ചോദ്യം ഇതാണ്, ലോകം സുരക്ഷയിലേക്കാണോ അല്ലെങ്കിൽ പുതിയ യുദ്ധങ്ങൾക്കുള്ള തയ്യാറെടുപ്പാണോ നടത്തുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരമറിയുന്നത് ഇന്നത്തെ മനുഷ്യരാശിയുടെ ഭാവി നിർണ്ണയിക്കും.